പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് രൂപീകരിച്ച പിന്നാക്ക വിഭാഗ വികസന വകുപ്പിനോട് അവഗണന തുടർന്ന് സംസ്ഥാന സർക്കാർ. വകുപ്പ് രൂപീകരിച്ച് 15 വർഷം പിന്നിടുമ്പോഴും വിപുലീകരണത്തിനുള്ള ഫയലുകൾ ചുമപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രിയുടെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ജനസംഖ്യയുടെ 65% ജനങ്ങൾ നേരിട്ട് ആശ്രയിക്കുന്ന ഈ വകുപ്പ്. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ദശകങ്ങളായുള്ള പ്രക്ഷോഭത്തിനൊടുവിൽ 2011 നവംബറിലാണ് സംസ്ഥാനത്ത് പ്രത്യേക പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 65%-ലധികം വരുന്ന ജനവിഭാഗത്തിന്റെ ഉന്നതിക്കും ക്ഷേമത്തിനുമായിരുന്നു വകുപ്പ് രൂപീകരണം. എന്നാൽ 1.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഈ വകുപ്പിന്റെ അവസ്ഥ പരിതാപകരമാണ്. വെറും 32 തസ്തികകളും 5 ഓഫീസുകളും മാത്രമാണ് ആകെയുള്ളത്. തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റും കൊല്ലം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിലെ റീജിയണൽ ഓഫീസുകളും കൊണ്ട് ലക്ഷക്കണക്കിന് അപേക്ഷകരെ കൈകാര്യം ചെയ്യേണ്ട ഗതികേടിലാണ് നിലവിൽ വകുപ്പ്. പിന്നാക്ക ജനതയ്ക്കായി 15ഓളം ക്ഷേമ പദ്ധതികളും 10ഓളം സ്കോളർഷിപ്പ് പദ്ധതികളുമാണ് വകുപ്പ് നടപ്പിലാക്കി വരുന്നത്. വിദ്യാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, പരമ്പരാഗത തൊഴിലാളികൾ തുടങ്ങി താഴെത്തട്ടിലുള്ളവർക്ക് നേരിട്ട് ഗുണകരമാകുന്ന നിരവധി പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. 2025-26 ബജറ്റിൽ 950 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ തുക കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ എല്ലാ ജില്ലകളിലും ഓഫീസുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതിനായി 103 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനുള്ള നിർദ്ദേശവും 2021 സമർപ്പിച്ചു. എന്നാൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി കുറഞ്ഞ തസ്തികകൾ മതിയെന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിക്ക്. തുടർന്ന് ഭരണപരിഷ്കാര വകുപ്പ് നടത്തിയ പഠന റിപ്പോർട്ട് 2025 ഓഗസ്റ്റിൽ സമർപ്പിച്ചു. 20 പുതിയ തസ്തികകളെങ്കിലും അടിയന്തരമായി വേണമെന്നായിരുന്നു ശുപാർശ. എന്നാൽ ഈ റിപ്പോർട്ടും 5 മാസത്തോളം വകുപ്പ് മന്ത്രി OR കേളുവിന്റെ ഓഫീസിൽ കുടുങ്ങിക്കിടന്നു. കഴിഞ്ഞ ഫെബ്രുവരി 3 മന്ത്രി ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടില്ല. നിലവിലെ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സാഹചര്യത്തിൽ വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ വിപുലീകരണത്തിന് അനുമതി ലഭിച്ചില്ലെങ്കിൽ പിന്നാക്ക ജനതയുടെ വികസന സ്വപ്നങ്ങൾ ഇനിയും നീളും. ജനം, കൊച്ചി.